ഇന്ന് വളരെ ദാരുണവും സന്തോഷകരവുമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്തതിനാൽ വീട്ടിലെ വളർത്തുനായയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് എറണാകുളം ആലുവ സ്വദേശി അഖിൽ. ആദ്യ രാത്രി താൻ ആൺപട്ടിയാണ് വിവാഹം കഴിച്ചത് എന്ന ദാരുണമായ സത്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തി. ഫോം ഫില്ല് ചെയ്യാൻ നേരം സെക്സിന്റെ കോളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല, താല്പര്യമുണ്ട് എന്ന് എഴുതി വെച്ച അനന്തു ഹ്യൂമാനിറ്റീസിന് സത്യസന്ധതയ്ക്കുള്ള മണ്ടൻ കൊണാപ്പി അവാർഡ്. കഴിഞ്ഞ ദിവസം ആരോമൽ ഫുഡ് ചലഞ്ച് ആണെന്ന് പറഞ്ഞ് 24-കാരിയോട് ഒരു കഷ്ണം അപ്പി തിന്നാ 100 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവള് നീ പോയി നിന്റെ തന്തയ്ക്ക് കൊണ്ട കൊടുക്കാൻ പറഞ്ഞു. പരീക്ഷയിൽ കോപ്പിയടിക്കാൻ സഹായിച്ച ആളുമായി യുവതി പ്രണയത്തിലായി. ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ പരീക്ഷാഫലം വന്നപ്പോൾ ഇരുവരും തോറ്റു. MDMA കേസിൽ അകത്തായ കൂട്ടുകാരന് നീതി വേണമെന്ന് വാദിച്ച വക്കീലിനോട് നീതിയുമില്ല, ഒരു കൂതിയുമില്ല എന്ന് കോടതി. എക്സാം ഹാളിൽ ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും കൂളായിട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ കൂൾ എടുത്ത് ചുണ്ടിൽ തിരികെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ച അശ്വിൻ പുണ്ടയെ കോളേജിൽ നിന്ന് പുറത്താക്കി. പൂവാല ശല്യം ഉണ്ടെന്ന് നാട്ടുകാർ. നീ കൊള്ളവലോടി പെണ്ണേ, ഞാനും ചൊല്ലിയാവണം, നീ അവളോ അഴകു ആൻഡ് ഐ ആം ഇൻ ലവ് വിത്ത് യു. പോടാ കുണ്ണേ, പട്ടിതായോളി. ചെറുപ്പക്കാരല്ല, അമ്മാവന്മാരാണ് കൂടുതലും ഞരപ്പന്മാരും പൂവാലന്മാരും. റിപ്പോർട്ടറോട് മോശമായി പെരുമാറിയ ആളെ അവള് തന്നെ തല്ലിക്കൊന്നു. മരങ്ങളും ചെടികളും ഉണ്ടെങ്കിലേ ഓക്സിജൻ ലഭിക്കൂ എന്ന് ടീച്ചർ പറഞ്ഞത് കേട്ട് വൃദ്ധന്റെ മൂക്കിൽ പച്ചിലകൾ കുത്തിക്കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ അമൽ പോലീസ് പിടിയിൽ. താൻ സ്വയം സൂപ്പർമാനാണെന്ന് കരുതി ചുവന്ന ഷഡ്ഡിയിട്ട് രാത്രി റോഡിൽ കൂടെ ഇറങ്ങിയോടിയ മലപ്പുറം ഇത്തിൽപ്പറമ്പ് സ്വദേശി സിനാനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് കട തീയിട്ട് കത്തിച്ച അഞ്ജനയ്ക്കെതിരെ കേസെടുത്തു. സ്കൈ ഡൈവ് ചെയ്യുമ്പോൾ പാരച്യൂട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതിന് പാരൂട്ട് എണ്ണ വാങ്ങി തേച്ച് പ്ലെയിനിൽ നിന്നും എടുത്തു ചാടിയ വിഷ്ണു അതിബുദ്ധി നിര്യാതനയായി. എലിയെ പേടിച്ച് ഇല്ലം ചുടണമെന്ന് അപ്പൂപ്പൻ പറഞ്ഞ ശേഷം വീടിന് തീയിട്ട് അനന്തു കൊച്ചു കഴിവേറി. നമുക്ക് വീഡിയോ വിശദാംശങ്ങളിലേക്ക് പോകാം. ഞാൻ അവനൊരു പഴഞ്ചൊല്ല് പറഞ്ഞു കൊടുത്തു, എലിയെ പേടിച്ച് ഇല്ലം ചുടണമെന്ന്. ഈ കൊച്ചു മൈരൻ ദേ എലിയെ പേടിച്ച് വീട് കത്തിക്കുന്നു. കാക്ക കൊത്തിക്കൊണ്ടിട്ട പൊറോട്ട എടുത്ത് തിന്നിട്ട് ഈറ്റിംഗ് കൊത്തു പൊറോട്ട എന്ന് സ്റ്റാറ്റസ് ഇട്ട അമലിനെ കൂട്ടുകാർ വളഞ്ഞിട്ട് ഊക്കി. എടപ്പാളിൽ മേൽപ്പാലം വന്നിട്ട് എന്തൊക്കെയാണ് ഉപകാരം എന്ന് നമുക്ക് ആളുകളോട് ചോദിക്കാം. അടിയിൽ ചെക്കിംഗ് നടക്കുമ്പോൾ മുകളിലൂടെ പോവാം. സൂപ്പർ തന്നെ അത്. പെണ്ണ് തേച്ചതിന്റെ വിഷമത്തിൽ അവളുടെ വീടിന് മുമ്പിൽ തൂറിവെച്ച സിനാനെ വീട്ടുകാർ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തീട്ടം കൊരിപ്പിച്ചു. നമസ്കാരം. കൊല്ലത്ത് 100 പേജ് ബുക്കി വാങ്ങിയിട്ട് എണ്ണി നോക്കിയപ്പോൾ 98 പേജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു യുവാവ് കട തല്ലിപ്പൊളിച്ചു. ഇനിയൊരു രസകരമായ വാർത്ത കേൾക്കാം. അപ്പൂപ്പന് പനി കൂടിയതിനെ തുടർന്നു ഡോക്ടർ ട്രിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടർലേക്ക് മതിയോ എന്ന് ചോദിച്ച യുവാവിനെ ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ചിറക്കി. AI ന്യൂസ് മൊത്തം ഇപ്പോൾ തന്നെ പറ്റിയാണെന്നറിഞ്ഞ അമൽ തന്റെ പേര് മാറ്റി. ഇപ്പോൾ പേര് വിഷ്ണു. നമസ്കാരം, പദയാത്ര ന്യൂസിലേക്ക് സ്വാഗതം. ലിപ്സ്റ്റിക് ഇട്ടത് മതിയാവതെ ലിപ്സ്റ്റിക് വാരിത്തിന്ന ദേവു ക്യൂട്ടി ദ ബ്യൂട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നതിനിടെ ഉത്തരം അറിയാത്തതുകൊണ്ട് പകുതി വെച്ച് നിർത്തി. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നതെന്ന് എഴുതി വെച്ച അമൽ KGF എന്ന വിദ്യാർത്ഥിക്ക് സസ്പെൻഡ്. ഇത്രയും മേക്കപ്പ് ഇട്ടിട്ടും താൻ വെളുക്കുന്നില്ല എന്ന സുഹൃത്തുക്കളുടെ ആരോപണത്തിൽ മേക്കപ്പ് സെറ്റ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ച അശ്വതി പൂക്കിയുടെ നില അതീവ ഗുരുതരം. കുഴിമന്തി കഴിക്കാൻ കടയിൽ പോയപ്പോൾ തനിക്ക് ചെസ്റ്റ് പീസ് കിട്ടിയില്ലെന്ന് പറഞ്ഞു കുഴിമന്തി ഉണ്ടാക്കിയ കുഴിയിൽ ചാടാൻ ശ്രമിച്ച അനന്തു മന്ദിലവർ. പെൺപിള്ളേരുടെ മുമ്പിൽ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി കൈവിട്ട് ബൈക്ക് ഓടിച്ച അശ്വിൻ പോസ്റ്റിൽ തലയടിച്ചു ഒബ്ലാങ്കട്ട പുറത്തു വന്നു. ദേ പോകുന്നു അടുത്ത തായോളി. ഇവിടെ നല്ല മഴയും റോഡിൽ കുഴികളും ഉണ്ട്. 2 കിളവിമാര് വരുന്നു. അയ്യോ, ഊമ്പി ഊമ്പി. മുട്ട ബജിക്ക് ചട്നി കിട്ടില്ല എന്നറിഞ്ഞ അഭിജിത്ത് വീട്ടിൽ നിന്നും ചട്നി പാഴ്സലായി കൊണ്ടുപോയി ഹോട്ടലിൽ നിന്നും കഴിച്ച് എല്ലാവർക്കും മാതൃകയായി. തന്റെ അപ്പൂപ്പന്റെ കാറ്റ് പോയെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പ എടുത്ത് അപ്പൂപ്പന്റെ മൂക്കിൽ വെച്ചടിച്ച ശ്യാം അൾട്രാ ജീനിയസിനെ ഇന്നും ശാസ്ത്രലോകം അറിയാതെ പോകുന്നു. കല്യാണത്തിന് പോയി രണ്ടാമത് ചോറ് ചോദിച്ചാൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി ബാക്കി ഹോട്ടലിൽ പോയി വാങ്ങിക്കഴിച്ച രതീഷ് ഇൻവെർട്ടറിനെ കാണാതായി. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് മുത്തശ്ശൻ ആരോടോ പറയുന്നത് കേട്ട് മുല്ല പറിച്ച് മുത്തശ്ശന്റെ മൂക്കിൽ തിരികെ കയറ്റി ശ്വാസം മുട്ടിച്ചു കൊന്ന വിഷ്ണു മുൻകോപം ഒളിവിൽ.